വയനാട് കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ യുവാവ് മരിച്ച നിലയിൽ അമ്പലവയൽ നെല്ലറച്ചാൽ സ്വദേശി ഗോകുലിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്റ്റേഷനിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ഗോകുൽ ഉള്ളത്. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ആഷിഖ് റഹ്മാൻ നമുക്കൊപ്പം ചേരുന്നു. ആഷിഖ്, ഇയാൾ ഏതെങ്കിലും കേസിൽ പ്രതിയോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് എന്തിനാണ് എത്തിയത്? എന്താണ് പോലീസ് നൽകുന്ന വിശദീകരണം? ഇന്ന് രാവിലെയാണ് ഈ ഒരു പ്രതിയെ ഗൂഗിളിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ ശുചിമുറിയിൽ പോകണമെന്ന് ആവശ്യപ്പെട്ടതിന് ശേഷം ശുചിമുറി പോയ സമയത്ത് ദീർഘസമയം ഈ ശുചിമുറി തുറക്കാതിനെ തുടർന്നാണ് പോലീസ് നോക്കിയ സമയത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ ഗോകുലും മറ്റൊരു പെൺകുട്ടിയുമായി അവിടുന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നാട് വിട്ടിരുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്നാണ് ഇരുവരെയും പോലീസ് പിടികൂടിയത്. തുടർന്ന് ഇവരെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച സമയത്ത് കൂടുതൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്ന സമയത്താണ് ഈ ഒരു ആത്മഹത്യ എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കുന്നത്. പോലീസും ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കുന്നില്ല. ഇപ്പോൾ ബന്ധുക്കളടക്കം അവിടേക്ക് എത്തിയിട്ടുണ്ട്. ബന്ധുക്കളടക്കം ഇത്തരത്തിലൊരു മരണമുണ്ടെന്ന കാര്യം മാത്രമാണ് പോലീസ് അറിയിച്ചത്. എന്താണ് സംഭവിച്ചെന്ന കാര്യം പോലീസും വ്യക്തമായി അറിയിക്കുന്നില്ല. പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഗോകുലും മറ്റൊരു പെൺകുട്ടിയുമായി വയനാട്ടിൽ നിന്ന് സ്ഥലം വിടുന്നു. ശേഷം കോഴിക്കോട് നിന്ന് ഇരുവരെ ഇന്നലെ കണ്ടെത്തിയിട്ടുണ്ട്. ശേഷം അമ്പലവയൽ സ്റ്റേഷനിലേക്ക് എത്തിച്ചു. കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ച യുവാവാണ് ഇപ്പോൾ വയനാട് കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായി ശുചിമുറിയിൽ പോകാൻ ആവശ്യപ്പെടുകയും അതിനുശേഷം പോലീസ് അന്വേഷിച്ചെത്തിയപ്പോൾ ശുചിമുറിയിൽ തൂങ്ങി നിൽക്കുന്നതുമായി കണ്ടു എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വയനാട്ടിൽ ആഷിഖ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്.